ആദ്യമായി വ്ലോഗ് ചെയ്യുന്ന നെഞ്ചിടിപ്പോടെയാണ് ഞാൻ മുകളിലോട്ട് കയറി പോകുന്നത്. അവിടെ നിന്ന് വെളിയിലോട്ട് നോക്കിയപ്പോൾ ഈ ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇതിന്റെയൊക്കെ ജീവിതമാണ് ജീവിതം. തിന്നാ ഉറങ്ങുക. നമ്മൾ രണ്ടാമത്തെ നിലയിലാണ് ഇൻക്യുബേറ്റർ സെറ്റ് ചെയ്തിരിക്കുന്നത്. മുകളിലൊരു ഇൻലെറ്റ് ഉണ്ട്. നമ്മുടെ ഇൻക്യുബേറ്റർ നമ്മൾ ഓൺലൈനിൽ നിന്നാണ് മേടിച്ചത്, ആമസോണിൽ നിന്ന്. ഹാച്ച് പ്രോ ആണ്. ഇപ്പം വെച്ചേക്കുന്നത് റോഡോ ഐലൻഡ് മുട്ടയാണ് വെച്ചേക്കുന്നത്. ഏകദേശം 28 മെയിനാണ് വെച്ചത്. വിരിഞ്ഞിറങ്ങുന്നത് ഒരു 16-17 ജൂണിലൊക്കെ ആകുമ്പോഴത്തേക്ക് അത് ഫസ്റ്റ് ബാച്ചിൽ നമ്മളൊരു 10 മുട്ട വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 8 വിരിഞ്ഞിറങ്ങി. ഇത് റോവൻ ഡക്കാണ്. ഇതാണ് നമ്മൾ നേരത്തെ കണ്ട 3 കൂസ്. അത് 2 മെയിലും 1 ഫീമെയിലും ആണ്. ഒന്നും കൂടെ ഉണ്ട്, അത് മുട്ടയുടെ മണ്ടേ കിടക്കുകയാണ്, നമുക്ക് കാണാം. ഇത് വന്നിട്ട് പാണ്ടിത്താറാവ് നമ്മൾ വിളിക്കും വീട്ടില്. ഇത് ഭയങ്കര കൊത്താണ് ബാക്കിയുള്ളതിന്. ഇത് നമ്മുടെ മണിത്താറാവ്. 2 നല്ല അടുത്തൊക്കെ വന്ന് നമ്മളോടൊക്കെ ഇരിക്കുന്ന ഒരു താറാവാണിത്. നമ്മളിങ്ങനെ കൈയൊക്കെ കാണിച്ചതിന് നമ്മളെ കയ്യിലൊക്കെ വന്ന് കൊത്തും ഇടയ്ക്ക്. നേരത്തെ ഇൻക്യുബേറ്ററിൽ വരുന്നതിൻ്റെ വലിയ വെർഷനാണ്. റോവൻ ഡക്ക് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ചെളിയിൽ കിടക്കാതിന് ഭയങ്കര താല്പര്യമാണ്. ചെളിയിലുള്ള തവളയെ തിന്നാനും അതിനൊക്കെ ഭയങ്കര താല്പര്യമാണ് ഇതിന്. ഇത് വന്ന് നമ്മുടെ റോഡോ ഐലൻഡ് ചുവന്ന കോഴി. ഇതിൻ്റെ മുട്ടയാണ് നമ്മളിപ്പോൾ ഇൻക്യുബേറ്ററിൻ്റെ അകത്ത് വെച്ചേക്കുന്നത്. ഇപ്പം ഈ രണ്ടിൻ്റെയും ബ്രൂഡിങ് ടൈമാണ്. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ്. മുട്ട ആര് വെക്കൂന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തുവാണ്. കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്ക് അത് അവിടെ നിന്ന് മുട്ട വലിച്ച് ഇതിൻ്റെ അടിയിലാക്കും. കോഴി അപ്പുറത്തുനിന്ന് മുട്ട വലിച്ച് അതിൻ്റെ അടിയിലാക്കും. അതാണ് ഇതിൻ്റെ രണ്ടിൻ്റെ പണി. കാണാൻ നല്ല രസമാണ് എന്തോ. അങ്ങനെ നമ്മുടെ മണിത്താറാവ് സക്സസ്ഫുള്ളി നമ്മുടെ റോഡോ ഐലൻഡിനെ ഓട്ടിച്ചിട്ടു. അത് കഴിഞ്ഞിട്ട് ആ മുട്ടയെ വലിച്ച് അതിൻ്റെ അടിയിലോട്ടാക്കി. എടുക്കാണ്ടി പോയ എണ്ണ ഒരു ഓത്തുകൊത്തി. അടുത്തൊരു സെക്ഷനിൽ നമ്മൾ കരിങ്കോഴിയാണ് ഇട്ടേക്കുന്നത്. ഏകദേശം 30 മേടിച്ചായിരുന്നു. അതിൽ 28 ഉള്ളൂ ഇപ്പം. 2 സ്ട്രെസ് കാരണം കൊണ്ടാണ് മരിച്ചു പോയത്. വാക്സിനേഷനൊക്കെ എടുത്തുകൊണ്ട് അത് ജീവിച്ചു പോകുന്നുണ്ട്. ഇത് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ് നമ്മുടെ അടുത്തൊരു സെക്ഷനുണ്ട് ബ്രൂഡിങ്ങിന് വേണ്ടി വെച്ചേക്കുന്നത്. ഇതിൻ്റെ അകത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ ഗൂസ് ഇരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഏകദേശം നമ്മളൊരു 6-7 ഗൂസിൻ്റെ മുട്ട വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 2-3 ദിവസത്തിൻ്റെ അകത്ത് തന്നെ അതിൻ്റെ അകത്തുനിന്ന് വിരിയാനുള്ള ചാൻസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത സെക്ഷനിലാണ് പിന്നെ ബാക്കിയുള്ള കോഴികളൊക്കെ ഉള്ളത്. ഇത് പിന്നെ നമ്മളുടെ കുളമാണ്. കുളത്തിൻ്റെ അകത്ത് നമ്മളിപ്പം സുലോപ്പി അതേപോലത്തെ മീനുകളാണ് ഇട്ടേക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് തവള ഇറങ്ങി എല്ലാം തിന്നും. സുലോപ്പി ഇതിനെ കൊത്തും. ഗൂസ് ഇറങ്ങി തവളയെ കൊത്തിക്കൊല്ലും. അങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തംസപ്പ് അടിക്കുക. താങ്ക് യു.